ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെഗൻ ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. അപ്പോൾ വെഗൻ എന്ന് പറയുമ്പോൾ അറിയാം, നമുക്ക് എഗ്ഗൊന്നും ഉപയോഗിക്കില്ല. എഗ്ഗ് ഉപയോഗിക്കാണ്ട് കടലമാവൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രെഡ് ടോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാൻ നല്ല ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 4 ബ്രെഡ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ അളവുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു 1/2 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ചില്ലി ഫ്ലേക്സ് ഞാൻ ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം വേണം. 1/2 കപ്പ് കടലമാവ്. അപ്പോൾ നമ്മളൊരു ബൗളിൽ 1/2 കപ്പ് കടലമാവ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, ഉപ്പ് 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കാം കേട്ടോ. കട്ടിയിലാണ്ട് കലക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, മല്ലിയില, സവാള, ബാക്കി എല്ലാതും ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്രെഡ് നമുക്കൊന്ന് ഇതിലൊന്ന് മുക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, നോൺ സ്റ്റിക്ക് പാൻ കേട്ടോ. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തടവി കൊടുക്കാം. ഞാൻ കുറച്ച് ബട്ടറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഇട്ടിട്ട് ഇതിലേക്ക് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണ്ട. വെറുതെ മുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഈ മസാല ഇതൊന്നും പിടിക്കില്ല. അപ്പോൾ കുറച്ച് മസാലയൊക്കെ ഇതിൽ, ആ സവാളയും ഒക്കെ ഇതിൽ ആവുന്ന പോലെ ഒന്ന് മുക്കിയിടും. ഈ ഭാഗം നമുക്ക് ആദ്യം വെക്കാം, എന്നിട്ട് അതിന് മേലെ കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ മറ്റേ ഭാഗം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ ബ്രെഡുകൾ നമുക്ക് മൊരിച്ചെടുക്കാം.